അനുഗ്രഹ പ്രഭാഷണത്തിന്റെ 2 വാക്ക് മാത്രം പറയുകയാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു തിരുത്തിന് ശ്രമിക്കുകയാണ്. ഇവിടെ പ്രസിഡന്റ് പറഞ്ഞു 1 മാസം കൊണ്ട് നിലവിൽ വന്ന ഒരു സംഘടനയുടെ പരിപാടിയാണ് എന്ന് പ്രസിഡന്റ് പറഞ്ഞു. അത് തെറ്റാണ്. ഈ ഒരു ജനങ്ങളെ കാണുമ്പോൾ അയ്യപ്പനോളം പ്രായമുള്ള ഒരു സംഘടനയുടെ അതിമഹത്തായ വിശാലമായ ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും നമ്മുടെ അജിയോട് ഉൾപ്പെടെ പറയുകയാണ്, ഇത് 1 മാസം പ്രായമായ സംഘടനയല്ല. മറിച്ച് നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ, വിശിഷ്യ നമ്മുടെ കേരളത്തിൽ സൗഹാർദ്ദ അന്തരീക്ഷം നിലനിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം കറുപ്പെടുത്തുകൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ ആ അമ്പലത്തിൽ പോകുന്ന അയ്യപ്പന്മാരെ യാത്രയാക്കാൻ എന്റെ ചെറുപ്പകാലം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ അയൽപക്കത്തെ രതീഷിനോടും ബൈജുവിനോടും അതുപോലെ തന്നെ എന്റെ ഹൈന്ദവരായ സുഹൃത്തുക്കളും അയ്യപ്പന്മാരായി പോകുമ്പോ അവരെ യാത്രയാക്കാൻ പോയി പരിചയമുള്ള ഒരു നിങ്ങളിൽ പോലെ എളിയനായ ഒരു വ്യക്തി എന്ന നിലക്ക് അവർ പോയി വരുമ്പോൾ കൊണ്ടുവരുന്ന പൊരിയും മറ്റു ഒജീനങ്ങളും വളരെ ബഹുമാനത്തോടെ വാങ്ങിച്ച് അതിൻ്റെതായ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് ഈ നാട്ടിൽ നമ്മളെല്ലാവരും, ഞാൻ ഈ പറഞ്ഞ അനുഭവം, ഞാൻ പഠിച്ചത് പ്രാക്കുളം NSS ഹൈസ്കൂളിലാണെങ്കിൽ ആ പ്രാക്കുളത്ത് എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ ആ ഒരു ആശയമാണ് ഇന്ന് അജി എന്നെ ഈ യോഗത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തം പള്ളിയിൽ ഇന്ന് അവിടെ നടക്കുന്നു. 11ാം രാവ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 11ാം രാവ് മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ രാവ. അവിടെ നിന്ന് കുത്തുബിയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അജി വിളിച്ചു ഈ വിഷയം പറഞ്ഞു. മേൽശാന്തിയായി ഒരാൾക്ക് സ്ഥാനം കിട്ടുന്നത് കേവലം പഠനം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെതായ ഒരു അംശവും ആ തെരഞ്ഞെടുപ്പിലുണ്ട്. പരീക്ഷ എഴുതിയത് കൊണ്ട് മാത്രമല്ല, പരീക്ഷ എഴുതി ഒരേ റാങ്കിൽ വന്ന ഒരുപാട് ശാന്തിമാരെ കൂട്ടത്തിൽ ദൈവം സെലക്ട് ചെയ്തതാണ് എന്ന് എന്നോട് പറഞ്ഞു. വളരെ സന്തോഷം. ഞാൻ സ്വാമിയോട് പറയുന്നു, നിങ്ങൾ മാളികപ്പുറത്തിരുന്ന് ശ്രീ അയ്യപ്പനെ സേവിക്കുമ്പോ താഴെ ഒരു മുസ്ലിയാരുടെ കവറുണ്ട്, ഒരു വാവർ.